ഹായ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്യൂട്ടായിട്ടുള്ള ഒരു കീ ചെയിനാണ് ചെയ്യുന്നത്. നമ്മുടെ മുത്ത് വെച്ചിട്ടുള്ള ബാഗില്ലേ, അതിൻ്റെ മോഡൽ വരുന്ന ഒരു ചെറിയ മിനിയേച്ചർ മോഡലിലുള്ള ഒരു കുഞ്ഞു കീ ചെയിനാണ് ചെയ്യുന്നത്. ഓറഞ്ച് കളറിലുള്ള ബീഡ്സാണ് എടുത്തിട്ടുള്ളത്. എലാസ്റ്റിക് വയറാണ് യൂസ് ചെയ്യുന്നത്. വയർ അത്യാവശ്യം കുറച്ച് ലെങ്ത്തിലെടുക്കുക. ഞാൻ എത്ര മീറ്റർ എടുത്തതെന്ന് ലെങ്ത്ത് നോക്കിയില്ലായിരുന്നു. അത്യാവശ്യം കുറച്ച് ലെങ്ത്തിലെടുക്കുക കേട്ടോ. ഫസ്റ്റ് നമ്മൾ 4 മുത്ത് കോർത്ത് കൊടുക്കുക. ആദ്യം മാത്രം എപ്പോഴും ശ്രദ്ധിക്കുക, ആദ്യം മാത്രമാണ് 4 മുത്ത് കോർക്കുന്നത്, അതിനുശേഷം 3 കോർക്കുന്നത് കേട്ടോ. പിന്നെ അങ്ങോട്ട് 2 വരുന്ന സെക്ഷനും ഉണ്ട്. ഇപ്പോൾ ഫസ്റ്റ് 4 മുത്ത് കോർത്തിട്ട് നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ലാസ്റ്റ് കോർക്കുന്ന മുത്തിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വയർ വെച്ചിട്ട് ക്രോസ് ചെയ്യുക. നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക, മനസ്സിലാവുന്നില്ലെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ 3 മുത്താണ് കോർക്കുന്നത്. അതെങ്ങനെയാണ് കോർക്കുന്നതെന്ന് വെച്ചാൽ, വലത് കൈയിലുള്ള റൈറ്റ് ഹാൻഡ് സൈഡിലുള്ളതിൽ 2 മുത്തും ലെഫ്റ്റ് ഹാൻഡിലുള്ള വയറിൽ 1 മുത്തുമാണ് കോർക്കുന്നത്. 2 മുത്ത് കോർത്തതിൽ ലാസ്റ്റ് കോർക്കുന്ന മുത്തിനെയാണ് നമ്മൾ ക്രോസ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ കെട്ടിട്ടിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അതായിരിക്കും കൂടുതൽ നല്ല കാര്യം. കെട്ടിടുമ്പോൾ അത് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് നിൽക്കും. കെട്ട് എങ്ങനെ ഇടേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഒരു മുത്ത് ലാസ്റ്റ് കോർക്കുന്ന, ഈ ക്രോസ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന മുത്തുണ്ടല്ലോ, ആ മുത്തിൽ കൂടെ തന്നെ ആ മുത്തിൽ കോർത്ത ആ സെയിം ത്രെഡിനെ അതിൽ തിരിച്ചൊന്നുകൂടെ കോർത്തിട്ട് ആ വരുന്ന ഗ്യാപ്പിലൂടെ അടുത്തുള്ള നൂല് കോർത്തെടുക്കുക. അതാണ് ചെയ്യേണ്ടത്. രണ്ടാമത് കോർക്കുന്ന മുത്താണ് നമ്മൾ ക്രോസ് ചെയ്യാൻ എടുക്കുന്ന മുത്ത്. ശ്രദ്ധിച്ച് നോക്കിക്കോളാം. ആ മുത്തിൽ കൂടെ തന്നെ നമ്മൾ തിരിച്ച് കോർത്തിട്ട് ആ വരുന്ന ആ ഗ്യാപ്പിനകത്തുകൂടി നമ്മൾ മറ്റേ ത്രെഡിനെ എടുക്കുക ചെയ്യുന്നത്. എന്നിട്ട് ഈ മുത്തിനകത്തോട്ട് ഈ കെട്ട് പോകുന്ന രീതിയിലോട്ടാക്കി കൊടുക്കുക. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കുക, ഒട്ടും ഒരുപാട് തിക്കല്ലാത്തൊരു വയറാണിത്. 0.5 mm അപ്പോൾ ഒരുപാട് തിന്നായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കെട്ട് വീഴാനും കുരുങ്ങി പോകാനും ഒക്കെ ചാൻസ് ഉണ്ട്. സോ അത് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളിത് മുത്ത് ഓരോന്നും കോർക്കുമ്പോൾ ശ്രദ്ധിക്കുക നന്നായിട്ട്. അതുകൊണ്ട് ഒരുപാട് ലെങ്ത്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാവും. മുത്തുകൾ തമ്മിൽ വലിയ ബുദ്ധിമുട്ടായിട്ട് പോകും നമുക്കത് കെട്ടൊക്കെ വീണ് കഴിഞ്ഞാൽ. അതുകൊണ്ട് ലെങ്ത്ത് ഒരുപാട് എടുക്കണ്ട, അത്യാവശ്യം കുറച്ച് ലെങ്ത്ത് എടുത്താൽ മതി. പിന്നെ ഇത് കീ ചെയിൻ്റെ മോഡൽ ആയതുകൊണ്ട് തന്നെ കുറച്ച് ലെങ്ത്തിൽ തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉണ്ടാവും. ഇങ്ങനെ നമ്മൾ 5 മുത്താണ് താഴെ, മീൻസ് 4 സെക്ഷൻ വരുന്ന 5 സെക്ഷനായിട്ടാണ് നമ്മൾ താഴെ ചെയ്ത് കൊടുക്കുന്നത്. എപ്പോഴും താഴത്തെ മുത്തുകൾ കൗണ്ട് ചെയ്യുമ്പോൾ ഒറ്റ സംഖ്യയായിട്ട് നിൽക്കുക. മീൻസ് 5, 7, 11, 13 നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതനുസരിച്ചിട്ട് താഴെ ഒറ്റ സംഖ്യയായിട്ട് നിർത്തുക. അപ്പം 4 എണ്ണം നമ്മൾ ഈ സെയിം പ്രോസസ്സിൽ ചെയ്തിട്ട് 5ാമത്തെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, 3 മുത്തും ഒരു സെയിം ഇതിൽ തന്നെ കോർത്ത് കൊടുക്കുക. സെയിം വയറിൽ തന്നെ കോർത്ത് കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോഴേ നമുക്ക് വളച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. മീൻസ് നമ്മൾ അടുത്ത റോയിലോട്ട് പോവുകയാണ്, താഴത്തത് കഴിഞ്ഞു, സെക്കൻഡ് റോയിലോട്ട് നമ്മൾ കയറുകയാണ്. ആ ടൈമിൽ നമുക്ക് ഈ 2 ത്രെഡും മുകളിലോട്ട് വരണം. അതിന് വേണ്ടിയിട്ട് അത് ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ ആ ത്രെഡിൻ്റെ സൈഡ് മാറിയത് കണ്ടോ, നേരത്തെ സൈഡിലോട്ടായിരുന്നു, ഇപ്പോൾ 2ഉം മുകളിലോട്ടായി. അപ്പോൾ അതിന് നമ്മൾ താഴത്തെ ആ ഒരു വയറിൽ 3 എണ്ണം കോർത്തിട്ട് അതിൻ്റെ ലാസ്റ്റ് 3ാമത്തെ മുത്തിനെ ക്രോസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടും. വീണ്ടും സെയിം ആ ഒരേ ഒരു നൂലിൽ, മീൻസ് ഈ റൈറ്റിലുള്ള ആ നൂലിൽ തന്നെ 3 എണ്ണം കോർത്തിട്ട് നമ്മുടെ ലെഫ്റ്റിലുള്ള ആ നൂല് വെച്ചിട്ട് നമ്മൾ 3ാമത്തെ മുത്തിനെ ക്രോസ് ചെയ്യുക. എന്ന് വെച്ചാൽ 2 പ്രാവശ്യം 3 മുത്ത് കോർക്കുന്നത് സെയിം നൂലിൽ തന്നെ കോർത്തിട്ടാണ് ചെയ്യുന്നത്. ഈ ലെഫ്റ്റ് സൈഡിൽ വരുന്ന നൂലിൽ തന്നെ 2 പ്രാവശ്യം നമ്മൾ കോർക്കും. അപ്പോഴേ നമുക്ക് കംപ്ലീറ്റ് അടുത്ത റോയിലോട്ട് വയസ്സ് എത്തത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. അത് എല്ലാ റോയിൽ ചെയ്യുമ്പോഴും അങ്ങനെ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു സെക്കൻഡ് റോ കംപ്ലീറ്റ് ചെയ്ത് മുകളിലോട്ട് പോകുമ്പോഴും ഈ സെയിം മെത്തേഡാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് തൊട്ടടുത്തുള്ള മുത്ത് വഴി നമ്മൾ കോർത്തെടുക്കുക. ഇനി നമുക്ക് 2 മുത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. 2 മുത്ത് വെച്ചിട്ടാണ് ഇനി നമ്മൾ ചെയ്യുന്നത്. കാര്യം ഓൾറെഡി നമുക്ക് 2 സൈഡിൽ മുത്തുകളുണ്ട്. 4 എണ്ണം ചേർന്നിട്ടല്ലേ നമുക്കൊരു റൗണ്ട് വരുന്നത്. അപ്പോൾ ഓൾറെഡി 2 സൈഡിലുണ്ട്. അപ്പോൾ ഇനി 2 മുത്ത് കൂടെ ആകുമ്പോഴേക്കും ബാക്കി 2 സൈഡ് കൂടെ കവർ ചെയ്യും. അങ്ങനെയാണ് ചെയ്യുന്നത്. 2 മുത്ത് കോർത്തിട്ട് അത് ലാസ്റ്റ് മുത്തിനെ ഒന്ന് ക്രോസ് ചെയ്തതിന് ശേഷം തൊട്ട് താഴത്തെ ഉള്ള മുത്ത് വഴിയിട്ട് ആ താഴത്തെ വയറ് ക്രോസ് ചെയ്ത് ഒന്ന് കയറ്റിയെടുക്കുക. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നോക്കുക കേട്ടോ. ഈ സെയിം പ്രോസസ്സിൽ നമ്മൾ ഈ റോ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ദെൻ റോയുടെ ലാസ്റ്റിലോട്ട് വരുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നേരത്തെ റൈറ്റ് ഹാൻഡ് ഉണ്ടായിരുന്ന വയറിലാണ് ചെയ്തത്. ഇനി ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഹാൻഡിലുള്ള വയറിൽ നമ്മൾ 3 മുത്ത് വെച്ചിട്ട് കോർക്കുക. എന്നിട്ട് 3ാമത്തെ മുത്തിനെ റൈറ്റിലുള്ള വയർ വെച്ചിട്ട് ക്രോസ് ചെയ്യുക.
സെയിം വീണ്ടും നമുക്കപ്പോൾ വയറ് രണ്ടും മുകളിലോട്ട് വരും. ആ ടൈമിൽ വീണ്ടും നമ്മൾ 3 മുത്ത് താഴത്തെ ആ ഒരു വയറിൽ തന്നെ കോർത്തിട്ട് ക്രോസ് ചെയ്യുക. എല്ലാത്തിലും കെട്ടിട്ട് ക്രോസ് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഇനി ഈ ലെഫ്റ്റിലുള്ളതിന് തന്നെ വീണ്ടും 3 മുത്ത് കോർത്തിട്ട് നമ്മൾ വീണ്ടും ക്രോസ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇതുപോലെ ബാഗിൻ്റെ മോഡൽസ് ചെയ്യണമെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. എങ്കിൽ നമുക്ക് കൂടുതലായിട്ട് ബാഗിൻ്റെ മോഡൽസ് ചെയ്യാം. വലിയ ബാഗുകളും പിന്നെ നമ്മുടെ ഹാൻഡ് ബാഗ് ടൈപ്പിലുള്ളതാണെങ്കിലും അല്ലെങ്കിൽ ബാഗിൽ തന്നെ മുത്ത് വെച്ചിട്ടുള്ള ബാഗുകൾ വേറെയും ഡിസൈൻസ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇതിലോട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എങ്കിൽ നമുക്ക് വേറെ മോഡൽസ് ചെയ്ത് കാണിക്കാം കേട്ടോ. ഇത് കംപ്ലീറ്റ് ആയിട്ട് കോർത്ത് അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ 3 ലെയർ മാത്രമേ ചെയ്തിട്ടുള്ളൂ. താഴെ 5ഉം സൈഡിൽ 3ഉം ആയിട്ടേ ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് അത് രണ്ടും കൂടെ കണക്ട് ചെയ്യണം. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മുകളിലാണ് ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ത്രെഡ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനകത്തൂടെ ഒരു മുത്തിനെ കോർത്തിട്ട് തൊട്ടപ്പുറത്തുള്ളതിലുമായിട്ട് മീൻസ് നമ്മൾ രണ്ടായിട്ട് മടക്കി വയ്ക്കുമ്പോൾ തൊട്ടപ്പുറത്ത് മുത്ത് വരുമല്ലോ, ആ മുത്തുമായിട്ട് ജോയിൻറ്റ് ചെയ്യുക. ദെൻ അടുത്ത മുത്ത് കോർത്ത് ക്രോസ് ചെയ്യുക. അത് വീഡിയോ കണ്ടു നോക്കുക, നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോയെന്ന്. ഇത് ചെറിയ മോഡൽ ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരുന്നത്. വീഡിയോയിലൊരു ക്ലാരിറ്റി കുറവുണ്ടെന്ന് തോന്നുന്നു. അത് ചെറിയ മുത്തുകളായതുകൊണ്ടാണ്. നിങ്ങൾ കണ്ടു നോക്കുക. ക്ലിയർ അല്ലെങ്കിൽ നമുക്ക് വേറെ മുത്ത് വെച്ചിട്ട് കുറച്ചുകൂടെ വലുതായിട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ വയറ് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ബാക്കി വരുന്ന വയറിന് ഒരു കെട്ടിട്ടതിന് ശേഷം ഈ മുത്തുകളിൽ കൂടെ തന്നെ ക്രോസ് ചെയ്ത് കയറ്റി ഇറക്കി കൊണ്ടുപോവുക. ഇതാ ഇപ്പം ഞാൻ തൊട്ടപ്പുറത്തതിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഈ അടുത്ത മുത്തിൽ ഓൾറെഡി നമ്മൾ കോർത്തിട്ടുള്ള മുത്ത് വഴി തന്നെ കയറി ഇറങ്ങുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ മുത്തുകളുടെ ഇടയിൽ അത് ശ്രദ്ധിച്ച് വേണം നമ്മൾ കയറ്റി ഇറക്കാനായിട്ട്. കാര്യം ക്രോസായിട്ട് അത് ആ ഒരു ഗ്യാപ്പ് ഭാഗത്ത് നമ്മുടെ ഈ ഒരു വയറ് വരാൻ പാടില്ല. ഓൾറെഡി നമ്മൾ കോർത്തിട്ടുള്ള ആ ഒരു പാറ്റേണിൽ തന്നെ കോർത്ത് വേണം നമ്മൾ അപ്പുറത്തെ സൈഡിൽ പോകാൻ. നമുക്ക് നൂല് തീർന്നു പോകുന്ന സമയത്തും കെട്ടിട്ടതിന് ശേഷം ഇതുപോലെ കോർത്ത് നമ്മളൊരു സൈഡിൽ പോയിട്ട് ആ ബാക്കി പീസ് കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് അടുത്ത് നമുക്ക് എവിടെയാണോ നൂല് വേണ്ടത്, മീൻസ് ത്രെഡ് വേണ്ടത്, ആ ഭാഗത്ത് നമ്മൾ ഒന്നുകൂടെ കോർക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് നൂല് അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കിത് കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യം ഇപ്പോൾ വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇൻ കേസ് ലെങ്ത്ത് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യാനാണ് ഞാൻ പറഞ്ഞു തന്നെ. അപ്പുറത്തെ സൈഡിലുള്ള ഗ്യാപ്പ് ഇതുപോലെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ നൂല് കോർത്ത് അപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടെത്തിക്കുന്നത് കേട്ടോ. ഇത് കംപ്ലീറ്റ് സ്കിപ്പ് ചെയ്യാതെ എടുത്തത് കൊണ്ട് ഇത്രയും ലെങ്തി ആയി പോയത്. ഒരു 10 മിനിറ്റ്സ് വരുന്നുണ്ട് വീഡിയോ. നിങ്ങൾക്ക് മെത്തേഡ് മനസ്സിലാവുന്നുണ്ടെങ്കിൽ കുറച്ചായിട്ട് സ്കിപ്പ് ചെയ്ത് കണ്ടുപോവുക കേട്ടോ. നമ്മളിനി അടുത്ത സൈഡും ഇതുപോലെ സെയിം രീതിയിൽ തന്നെ കവർ ചെയ്തെടുക്കുകയാണ്. 2 സൈഡും കവർ ചെയ്തതിന് ശേഷം ആ മിഡിലൂടെ ചേർത്തിട്ട് മീൻസ് 2 സൈഡിൻ്റെയും സൈഡിലൂടെ ചേർത്തിട്ട് നമ്മൾ മുത്ത് കോർത്തിട്ടാണ് നമുക്ക് ബാഗിൻ്റെ ഹാങ്ങിങ് പോലെ ആക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളതിലൊരു ചെയിന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് നമ്മളതിനെ റിങ്ങിലോട്ട് ഇടുക ചെയ്യുന്നത്, നമ്മുടെ കീ ചെയിൻ്റെ റിങ്ങിലോട്ട് ഇടുക ചെയ്യുന്നത്. നമ്മൾ പുറത്ത് കടയിലൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് റേറ്റ് വരുന്ന ഒരു ഇതാണ് കേട്ടോ. ഈ മുത്ത് വെച്ചിട്ടുള്ള ബാഗിനൊക്കെ നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട്. പക്ഷേ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റും. ഇതുപോലെയുള്ള ചെറിയ ബാഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു അരമണിക്കൂർ, ഒരു ഹാഫ് ആൻ അവറിൻ്റെ ആവശ്യം പോലും വരത്തില്ല. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിച്ചോളൂ കേട്ടോ. പിന്നെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒരു ലൈക്ക് ഇടാൻ മറക്കല്ലേ. ദെൻ ഇതുപോലെയുള്ള വീഡിയോസാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്നുണ്ടെങ്കിൽ കൂടാൻ താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോളൂ കേട്ടോ. വീണ്ടും ഇതുപോലെയുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഉടനെ തന്നെ ഇതിൻ്റെ വേറെ മോഡൽസുമായിട്ട് ഞാൻ വരാം കേട്ടോ.
ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. താങ്ക് യു ഓൾ.